അല്ലാമ കുഞ്ഞായ്മത് എന്തോ പറയണ്ടെന്ന് കേട്ടോക്കി എന്താണ് അവൻ സത്യം പറഞ്ഞാൽ ആകെ കുടുങ്ങിക്കണ്. ഈ എരുമ മോറന് എവിടൊക്കെ എന്തൊക്കെയോ പോയി പ്രസംഗിക്കും, അതിൽ കുഞ്ഞായ്മതാണ് കുടുങ്ങണത്. വായി തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറയും പോലെ ഇവൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പറയും. എവിടെ പോയിട്ട് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് എന്ന് പറയാൻ അതിനേക്കാളും വലുത് വലിയൊരു അബദ്ധം പറഞ്ഞിട്ടുണ്ടാവും. അതിൽ കുഞ്ഞായ്മത് ഇതിങ്ങനെ വെളുപ്പിച്ച് മടുത്ത് മിക്കവാറും കുഞ്ഞായ്മേന്റെ കജ്ജുകൊണ്ടാവും അവന്റെ അന്ത്യം. ഈ ഹാമുക്കിന്റെ വാക്ക് എത്രമാത്രം സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിനെതിരെ. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ ബദിരീങ്ങൾ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ ബദിരീങ്ങൾ തന്നെ രോഗം മാറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് പറയും ഞങ്ങൾ മുശ്രിക്കാണ്. കുഴപ്പമില്ല, ഞാൻ അവിടെ അങ്ങനെയും പറയും ഇവിടെ അങ്ങനെയും പറയും. അതാണ് ഞങ്ങള്. കുഴപ്പാക്കണ്ട. ഞാൻ അങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ടെണ്ണം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കുഫ്ർ. ഇത് തരീഖത്തിന്റെ ശൈഖാണ് പോലും, മുറബിയായ മുർശിദായ ശൈഖാണ് പോലും. പേരോട് ഉസ്താദിനെ ഒരിക്കലും ഇഷ്ടമല്ല മൗലാന എന്ന് വിളിക്കുന്നത്. നമ്മൾ മുമ്പൊരു പരിപാടിക്ക് അനൗൺസ്മെന്റിൽ മൗലാന പേരോട് ഉസ്താദ് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും പറയരുതെന്ന് പല സ്ഥലങ്ങളിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾ മൗലാന എന്ന് പറയണ്ട, അങ്ങനെ വിളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പേരോട് ഉസ്താദിനെ ബഹുമാനാർത്ഥം ആരൊക്കെ മൗലാന എന്ന് വിളിച്ചതിൻ്റെ ആ ദേഷ്യത്തിനാണ് ഇയാൾ മടവൂരിനെ പടച്ചോനാക്കുന്നത്. എത്ര ബുദ്ധിയുണ്ട് ഇവന്! അല്ലേ, തലച്ചോറ് നായിരുന്ന അവസ്ഥ. എന്താ ഇവനൊക്കെ പറയാ? പേരോട് ഉസ്താദിനെ ആരോ ഒരാൾ മൗലാന എന്ന് വിളിച്ച ദേഷ്യത്തിന് ഇവൻ മടവൂരിനെ പടച്ചോനാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ഇവൻ്റെയൊക്കെ ബുദ്ധിയെ. ഇതൊക്കെയാണ് കുഞ്ഞായ്മത്തിന് ചൂടാണ്. കുഞ്ഞായ്മത് ഇത് പറഞ്ഞ് മടുത്തിക്കണം. മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞായ്മേൻ്റെ കജ്ജുകൊണ്ട് ഈ കാരം നൗഷാദിൻ്റെ അന്ത്യം. അത് ഉറപ്പേ ഈ കാരം, ഒരു സംശയം വേണ്ട. വെറുതല്ല ഈ പാർട്ടിക്ക് ആരും ചെല്ലാത്തത് തൊട്ടാ. ഏതൊക്കെ ഒന്ന് രണ്ട് ഓൺലൈൻ മൊല്ലന്മാർ ഇവർ പിന്നെ ID മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ ഒരു പാർട്ടി അങ്ങാടി നാടകം നടത്തും പോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ ഓലുണ്ട് കൊണ്ടുവരും, ഓലെന്നെ സ്റ്റേജ്, ഓലെന്നെ മൈക്ക്, ഓലെന്നെ ആൾക്കാരെ കൊണ്ടുവരിക. എന്നിട്ടിങ്ങനെ ഒരു തൈലക്കച്ചവടം മാതിരി പരിപാടിയാണ് ചില അങ്ങാടികളിൽ. എന്നും കുഴിച്ചു മൂടലാണ്. മറ്റാൾ ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്ന ആളാണ് ആ തൊട്ടടുത്തിരിക്കുന്നത്. യൂസുഫ് വൈലത്തൂർ തങ്ങൾ പറഞ്ഞ കാട്ടുകള്ളന് ഓനത്ര ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത് ഈ സഫീഹ്. അപ്പോൾ ആ സഫീഹിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ജിദ്ദ, ഈ റിയാദ്, അങ്ങനെ സൗദി അറേബ്യയിലെ പല ഭാഗങ്ങളും നല്ല ചൂട് അനുഭവിക്കുന്നുണ്ട്. ലോക നിയന്ത്രണത്തിൻ്റെ പരിധി ഇതൊക്കെ GCC പെടുമെങ്കിൽ ചൂട് കൂടുതലാണ്. കുറച്ച് കാർമേഘം കണ്ട് GCCക്ക് അയക്കാൻ പറയണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആ തലയെക്കെട്ടിട്ട് അപ്പുറത്തിരിക്കണ വേറൊരു കാക്കണ്ടല്ലോ, ഒരു ചോന്ന തലയെക്കെട്ടിട്ട് കണ്ട് ഒരു മൈലാഞ്ചി മുല്ല, അത് ജിബിരിയിലാന്നിപ്പം പറയും. അത് ഉഷാർ സിനിമയിൽ അഭിനയിച്ചെന്നറിയില്ലേ, മഹാനായ ബാബുരാജ് പറഞ്ഞിട്ട് 6 സിനിമയിൽ അഭിനയിച്ച ആ കാക്കാനെ ഓൻ ജിബിരിയിലാക്കും. ആര്? നൗഷാദ്. നോക്കിക്കൊണ്ട് കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ നൗഷാദിൻ്റെ പടച്ചോൻ ഈ കോമാട്ടുചാലിൽ കോളാമ്പിക്കാരും. ഇങ്ങനെ അൽഹംദുലില്ലാഹി അലാ നിഅമത്തിൽ ഇസ്ലാം. പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണട്ടാ ഈ കുഫിരിയത്തായ ത്വരീക്കത്തിനടുത്ത് പുറത്തേക്ക് കളഞ്ഞത്. പഴച്ച ത്വരീക്കത്തൊന്നും പറയാൻ പറ്റില്ല. ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാത്ത കുഫിരിയത്തായ ഈ ശൈത്താനി ത്വരീക്കത്ത്. മടവൂർ പടച്ചോനാണ്. മടവൂരിനെ പടച്ചോനാക്കി നിങ്ങൾ പാട്ട് പാടിക്കോളി. അത് കിതാബ് ഉദ്ധരിച്ചിട്ട് ഞാനത് സ്ഥിരപ്പെടുത്തി നിങ്ങളെ പിന്നാലെ ഞാൻ ഉണ്ടാവുന്ന. മടവൂരിനെ പടച്ചോനാക്കാൻ നിങ്ങൾ പാട്ട് പാടിയാൽ നിങ്ങളെ ന്യായീകരിക്കാൻ ഞാൻ ഉണ്ടാവുന്നതാണ് ഈ എരുമ മോറം പലയിടത്തും പ്രസംഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ കുഞ്ഞായ്മേന് ദേഷ്യം പിടിക്കൂലേ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇപ്പം വെല്ലുവിളിക്കുകയാണ്. പേരോടിനെ വെല്ലുവിളിക്കുന്നു, പൊന്മള ഉസ്താദിനെ വെല്ലുവിളിക്കുന്നു. ആ പേര് പറയാനുള്ള യോഗ്യത ഉണ്ട് അവനൊക്കെ. പറഞ്ഞു പോവുകയാണ് ഇവന്മാരുടെ ഈ തീക്കുണ്ടാരത്തിന് പല്ലിയുടെ ഒരു സ്വപ്നം ഉണ്ടായാലും ഒരു ഊത്ത്, അതുപോലത്തെ ഒരു ഊത്താണിത്. ഊതി കത്തിക്കണമെന്ന് പല്ലി വിചാരിക്കുക. കെടാൻ പോകുന്ന ആ തീക്കുണ്ടാരം ഊതി കത്തിക്കാൻ വേണ്ടിയിട്ട് പല്ലി നടത്തുന്ന ഒരു ശ്രമം ഉണ്ടല്ലോ, അതുപോലെ രണ്ട് കാലും കുഴഞ്ഞു കിടക്കണതിന് ആപത്തുള്ള ആളെ വെല്ലുവിളിക്കുന്ന അവസ്ഥ.